Good morning, dear students. Welcome to another session of online class. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്ക് പ്രോസസ് അക്കൗണ്ട്സ് വിത്ത് പ്രോസസ് ലോസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോസസ് അക്കൗണ്ട്സ് വിത്ത് പ്രോസസ് ലോസ് ആൻഡ് വിത്ത് സ്റ്റോക്ക് എന്നുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തതാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി പറയാം. പ്രോസസ് അക്കൗണ്ട്സ് വിത്ത് നോർമൽ ലോസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രോസസ് അക്കൗണ്ട് വിത്ത് വെയ്റ്റ് ലോസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലും ഇനിയിപ്പോൾ ഈ ക്ലാസ്സിൽ ആദ്യമൊക്കെ ചെയ്യാൻ പോകുന്നത്. ആ വെയ്റ്റ് ലോസിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെയ്റ്റ് ലോസിൽ നമ്മൾ ക്വാണ്ടിറ്റി, നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി മാത്രമേ ക്രെഡിറ്റ് ചെയ്യുള്ളൂ. നോർമൽ ലോസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ലോസ് രണ്ട് തരത്തിലുണ്ട്, നോർമൽ ആൻഡ് അബ്നോർമൽ. അതല്ല പറയുന്നത്. നോർമൽ ലോസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തരത്തിൽ വരാം. എന്തൊക്കെയാണ്? വേസ്റ്റ് വേസ്റ്റ് വരാം, സ്ക്രാപ്പ് വരാം. വേസ്റ്റ് വന്നാലുള്ള വ്യത്യാസം എന്താ? വേസ്റ്റ് വന്നാൽ ക്വാണ്ടിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് റീസെയിലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് അതിന് വേസ്റ്റ് എന്ന് പറയുന്നത്. ലോസ് ഇൻ വെയിറ്റ് ആണ്. ലോസ് ഇൻ വെയിറ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതേ മീനിങ്ങിൽ തന്നെയാണ്, ലോസ് ഇൻ വെയിറ്റ് തന്നെയാണ്. പക്ഷെ ചില കേസുകളിൽ നോർമൽ ലോസ് തന്നെ സ്ക്രാപ്പ് എന്ന് പ്രത്യേകം പറയും. അതിന് റിയലൈസ് ചെയ്യുന്ന സ്ക്രാപ്പ് വാല്യൂവും പറയാൻ സാധ്യതയുണ്ട്. അപ്പം അതും ഇന്നത്തെ ക്ലാസ്സിൽ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം, ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനും ആദ്യം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനും വെയ്റ്റ് ലോസ് ഉള്ള, അല്ലെങ്കിൽ എന്താണ്, നോർമൽ ലോസ് വേസ്റ്റായിട്ട് അല്ലെങ്കിൽ ലോസ് ഇൻ വെയിറ്റ് ആയിട്ട് വരുന്ന കേസ് മാത്രമാണ് ചെയ്യുന്നത്. അത്തരം കേസുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രമേ നോർമൽ ലോസ് റെക്കോർഡ് ചെയ്യുള്ളൂ. കാരണം സെയിലബിൾ അല്ല, അപ്പോൾ എമൗണ്ട് ഒന്നും റിയലൈസ് ചെയ്യില്ല. അപ്പോൾ എമൗണ്ട് കോളത്തിലൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ലൈൻ ഇടുകയാണ് ചെയ്യുന്നത്. അതേസമയം മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തു, നമുക്കറിയാം, എങ്കിലും ഒന്നുകൂടി പറയാണ്. നമ്മുടെ ഈ പ്രോസസ്സിലൊക്കെ നമുക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് ഒഴിച്ച് മിക്ക പ്രോസസ്സുകളിലും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ പറഞ്ഞ് കാണുന്നു. അതെങ്ങനെ വാല്യൂ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. ഓരോ പ്രോസസ്സിലെയും സ്റ്റോക്ക്, അത് ഓപ്പണിംഗ് ആയിക്കോട്ടെ ക്ലോസിംഗ് ആയിക്കോട്ടെ, അത് വാല്യൂ ചെയ്യുന്നത് അതിന് തൊട്ട് മുൻപുള്ള പ്രീസീഡിംഗ് ആയിട്ടുള്ള പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഓരോ പ്രോസസ്സിൻ്റെയും സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്നത് പ്രീസീഡിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് എവിടെ നിന്ന് വന്നു. സ്വാഭാവികമായിട്ടും ഒരു പ്രോസസ്സിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ഇൻപുട്ട് വരുന്നത് എവിടെ നിന്നായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നല്ല, ഇൻപുട്ട് വരുന്നത് എവിടെ നിന്നായിരിക്കും? പ്രീസീഡിംഗ് പ്രോസസ്സിൽ നിന്നാണ്. ആ പ്രീസീഡിംഗ് പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ, അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വാല്യൂ ചെയ്യുന്നത്? സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തും. അത് പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കുക. ഇന്ന് നമുക്ക് അത്തരമൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ക്വസ്റ്റ്യനിലും നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അല്ലെങ്കിൽ ലോസ് ഇൻ വെയിറ്റ് മാത്രമാണ്, സ്ക്രാപ്പ് അല്ല. വിത്ത് എന്താണ്, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്നും വർക്ക് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 38 എക്സാമ്പിൾ 3 ആണ്. ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് എ ഫാക്ടറി പ്രൊഡ്യൂസിംഗ് എ കമ്മോഡിറ്റി ഇൻ ദ മാനുഫാക്ചർ ഓഫ് വിച്ച് 3 പ്രോസസ്സസ് ആർ ഇൻവോൾവ്ഡ്. പ്രിപ്പയർ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട്സ് ഷോയിങ് ദ കോസ്റ്റ് ഓഫ് ദ ഔട്ട്പുട്ട് and the per unit of each stage of manufacture. ഇനി എ പോയിൻ്റ് പറയുന്നു, ദി ഓപ്പറേഷൻസ് ഇൻ ഈച്ച് സെപ്പറേറ്റ് പ്രോസസ് ആർ
കംപ്ലീറ്റഡ് ഡെയിലി, ഓരോ ദിവസവും റെഗുലറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ബി പോയിൻ്റ്, ദ വാല്യൂ അറ്റ് വിച്ച് യൂണിറ്റ്സ് ആർ ടു ബി ചാർജ്ഡ് ടു പ്രോസസ് ബി ആൻഡ് പ്രോസസ് സി ഇൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോസസ് എ ആൻഡ് എ പ്ലസ് ബി റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാവുന്ന കാര്യമാണ്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ എയിലത്തെ കോസ്റ്റാണ് വരിക, ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ എയും ബിയും കൂടിയിട്ടുള്ള കോസ്റ്റാണ് സിയിലേക്ക് പോകുന്നത്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോയിൻ്റാണ്. ഇതിൽ ഒന്നുകൂടി എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ഈ എയും ബിയും പോയിൻ്റ് കണ്ട് എന്താണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, അതൊരു നോർമൽ കാര്യമാണ്, സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി 3 പ്രോസസ്സുകൾ എ ബി സി, പ്രോസസ്സ് എ, പ്രോസസ്സ് ബി, പ്രോസസ്സ് സി, 3 പ്രോസസ്സുകളുണ്ട്. അതിൽ തന്നിട്ട് എമൗണ്ട് ഞാൻ വായിക്കുന്നില്ല, അതിൽ വലിയ കാര്യമില്ലല്ലോ. ഡയറക്റ്റ് വേജസ് ഉണ്ട്, മെഷീൻ എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാക്ടറി ഓൺ കോസ്റ്റ്. ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർ ഹെഡ്സ്, ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓവർ ഹെഡ്സ് ആണ്. ഓൺ കോസ്റ്റ് എന്ന് പറയാം, ഓൺ ദ കോസ്റ്റ് എന്ന് പറയാം, ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഓവർ ഹെഡ് എക്സ്പെൻസ് ആണ്, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അതൊക്കെ, കേട്ടോ. റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറയുന്നത് 24,000 യൂണിറ്റ്സ് ആണ്. റോ മെറ്റീരിയൽസ് 24,000 യൂണിറ്റ്സ് ആണ്. അത് പ്രത്യേകിച്ച് 24,000 യൂണിറ്റ്സ് അല്ല, റുപ്പീസാണ്, ശ്രദ്ധിക്കുക. അവിടെ പ്രോസസ് എയുടെ താഴെ റുപ്പീസ് എന്നുള്ള സൈനുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ 24,000 രൂപയുടെ എന്താണ് മെറ്റീരിയൽസ് ആണ്. യൂണിറ്റ്സ് താഴെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോ. ഇനി പ്രൊഡക്ഷൻ ഗ്രോസ് യൂണിറ്റ്സ്, ആദ്യത്തെ പ്രോസസ് എയുടെ യൂണിറ്റ്സ് 37,000 ആണ്. വേസ്റ്റേജ് പറഞ്ഞിട്ടുണ്ട് 1,000, 1,500, 500 എന്നുള്ള വേസ്റ്റേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് നോർമൽ ലോസ് ആണ്, കേട്ടോ. നോർമൽ ലോസ് ആണ്, മാത്രമല്ല സ്ക്രാപ്പ് വാല്യൂ ഇല്ല, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. നമുക്കെന്ത് ചെയ്യാം, ഇത് ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിലും പ്രോസസ് എയും പ്രോസസ് ബിയും പ്രോസസ് സിയും തന്നെയാണുള്ളത്. ഇവിടെയും നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനോട് സാമ്യം, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണുള്ളത്. എന്തായാലും നമുക്ക് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം. ആദ്യം റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്, ടു റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് ആദ്യം 24,000. ഇനി നമുക്ക് യൂണിറ്റ്സ് അറിയില്ല, അപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അതിന് പകരം പ്രൊഡക്ഷൻ ഗ്രോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഗ്രോസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 37,000 യൂണിറ്റ്സ് ആണ് ആകെ ഉള്ളത്. അതാണ് പ്രൊഡക്ഷൻ ഗ്രോസ് എന്ന് പറയുന്നത്. ആ 37,000 യൂണിറ്റ്സിനാണ് 24,000 രൂപ വന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള എക്സ്പെൻസുകളൊക്കെ, എല്ലാ എക്സ്പെൻസുകളും, ഒരു എക്സ്പെൻസ് മാത്രമേ ഡെബിറ്റ് ചെയ്തിട്ടുള്ളൂ, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എമൗണ്ട് 6,400, 6,400. അടുത്തത് മെഷീൻ എക്സ്പെൻസസ്. മെഷീൻ എക്സ്പെൻസസ് മെഷീൻ എക്സ്പെൻസസിൻ്റെ എമൗണ്ട് 3,600, 3,600. മെഷീൻ എക്സ്പെൻസസ് കഴിഞ്ഞാൽ അടുത്തത് ഫാക്ടറി ഓൺ കോസ്റ്റ്. ഫാക്ടറി ഓൺ കോസ്റ്റ്. ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡാണ്. ഓൺ കോസ്റ്റ് 2,000, 2,000. എക്സ്പെൻസുകളെല്ലാം തന്നെ കഴിഞ്ഞു, ഡെബിറ്റ് ചെയ്ത ഐറ്റംസൊക്കെ കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യനിൽ
ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്, പക്ഷെ അത് ആദ്യത്തെ പ്രോസസ്സിൽ സാധാരണ ഉണ്ടാവാറില്ല. വേണമെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരാം, പക്ഷെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടില്ല. അതിന് പകരം ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് തരുന്നതിന് പകരം വേസ്റ്റേജ് തന്നിട്ടുണ്ട്. വേസ്റ്റേജ് യൂണിറ്റ്സ് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എക്സ്പെൻസുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് ബൈ വേസ്റ്റേജ്. വേസ്റ്റേജ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 1000 യൂണിറ്റ്സ് ആണ് ആദ്യത്തെ കേസിൽ. വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ, വേസ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അത് സെയിലബിൾ ആയിരിക്കില്ല, അതുകൊണ്ട് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് എമൗണ്ടുകളോളം ബ്ലാങ്ക് കിട്ടും. അടുത്ത് വേറെ ഒന്നുമില്ല, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സാധാരണ പോലെ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ യൂണിറ്റ് കോളം 37,000. then ഇവിടെ 24 36,000. ഡബിൾ ലൈൻ ചെയ്യുക. then അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. ടോട്ടല് 37,000, ഇവിടെ 36,000. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ എഴുതുക. ബാലൻസിങ് ഫിഗർ നമുക്ക് യൂണിറ്റ് 1000 യൂണിറ്റ്സ് വേസ്റ്റ് ആയതുകൊണ്ട് 36,000 ഇവിടെ ബൈ പ്രോസസ് ബി അക്കൗണ്ട്. സി പി യു നമുക്കറിയാലോ, സി പി യു എത്രയാണ്? 1 per യൂണിറ്റ്. 36,000 അല്ലേ? അപ്പോൾ 1 രൂപയാണ്. 36,000 ഡിവൈഡ് ബൈ 36,000, ദാറ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് 1 per യൂണിറ്റ്, റുപ്പി 1 per യൂണിറ്റ്. ഇനി അടുത്ത പ്രോസസ്സാണ് പ്രോസസ് ബി. അപ്പോൾ നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്, നേരത്തെ നമുക്ക് പ്രോസസ് ബി ആണ് തന്നത്. പ്രോസസ് ബി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ. ഈ പ്രോസസ് എയുടെ ഔട്ട്പുട്ടാണ് തന്നത് നേരത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ചു? വേസ്റ്റ് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രോസസ് ബി, അതായത് ഔട്ട്പുട്ട് തരുന്നതിന് പകരം വേസ്റ്റേജ് തന്നു. അപ്പോൾ ബാലൻസിങ് എന്താണ്? ഇത് ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ചു. അത്രയേ ഉള്ളൂ. അങ്ങനെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇനി അടുത്ത പ്രോസസ്സാണ്. അടുത്ത പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോഴും നമുക്ക് യൂണിറ്റ്സ് മാത്രമേ തരുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ്സ് എത്രയാണ്? 4000 യൂണിറ്റ്സ് ആണ്. 4000 യൂണിറ്റ്സ് നേരത്തെ പ്രീസീഡിംഗ് ആയിട്ടുള്ള പ്രോസസ്സിൽ 1 രൂപയാണ്. 1 രൂപയ്ക്ക് വാല്യൂ ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലേതുപോലെ തന്നെ 4000 ആണ് വരുന്നത്. 4000. ഇനി ഫസ്റ്റ് പ്രോസസ്സിൽ നിന്നുള്ള, പ്രോസസ് എയിൽ നിന്നുള്ള ട്രാൻസ്ഫർ ടു പ്രോസസ് എ അക്കൗണ്ട്. പ്രോസസ് എ അക്കൗണ്ടിൽ നിന്ന് എത്രയാണ്? 36,000. ഇനി സാധാരണ പോലെ എന്ത് ചെയ്യുക? നോർമൽ എക്സ്പെൻസുകളൊക്കെ തന്നെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, പിന്നീട് ഫസ്റ്റ് പ്രോസസ്സിൽ നിന്നുള്ള ട്രാൻസ്ഫർ നടത്തുക, പിന്നീട് എന്ത് ചെയ്യുക? എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് റോ മെറ്റീരിയൽസ് ഉണ്ടാവില്ല, ഇനി ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ എമൗണ്ട് പ്രോസസ് ബിയിൽ 12,000. അടുത്ത ഐറ്റം എന്താണ്? മെഷീൻ എക്സ്പെൻസസ്.
മെഷീൻ എക്സ്പെൻസസ് പ്രോസസ് ബിയിൽ 3000 ടു മെഷീൻ എക്സ്പെൻസസ് 3000. മെഷീൻ എക്സ്പെൻസസ് കഴിഞ്ഞാൽ അടുത്ത് ഫാക്ടറി ഓൺ കോസ്റ്റ്. ഫാക്ടറി ഓൺ കോസ്റ്റ് പ്രോസസ് ബിയിൽ വന്നിട്ടുള്ളത് 2250. 2250. ഇത്രയാണ് എക്സ്പെൻസ് ഉള്ളൂ. എക്സ്പെൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ആദ്യം ചെയ്യേണ്ടത്, എഴുതി കഴിഞ്ഞാൽ ബാലൻസിങ് അല്ല, ആദ്യം ചെയ്യേണ്ടത് വേസ്റ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ബൈ വേസ്റ്റേജ്. ബൈ വേസ്റ്റേജ്. വേസ്റ്റേജിൻ്റെ യൂണിറ്റ്സ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവില്ല, കാരണം വേസ്റ്റേജ് ആണ്, റീസെയിലബിൾ അല്ല അല്ലെങ്കിൽ സെയിലബിൾ അല്ല, അതുകൊണ്ട് അവിടെ ബ്ലാങ്ക് കിട്ടും. ഇനി നമുക്ക് വേറെ ഒന്നും തന്നെ ഈ കേസിൽ തന്നിട്ടില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഒരു ഐറ്റം കൂടി ഉണ്ട്. എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, 1000 ആണ്. അപ്പോൾ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് യൂണിറ്റ്സ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ, 1000. വാല്യൂ ചെയ്യുന്നത് പ്രീസീഡിങ് ആയിട്ടുള്ള പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ച്. അപ്പോൾ 1000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1, ദാറ്റ് ഈസ് എമൗണ്ട് 1000. ഇത്രയായി കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ നമുക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ 40,000. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽസ് യൂണിറ്റ് കോളം വലിയ പ്രാധാന്യം അർഹിക്കുന്നില്ല. അടുത്തത് 57,250. ഇത്രയായി കഴിഞ്ഞാൽ ഇത് അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. യൂണിറ്റ് കോളം വലിയ പ്രാധാന്യം ഇല്ലയെന്ന് ഞാൻ പറയാൻ കാരണം പ്രാധാന്യം ഇല്ലാതെയല്ല, ഇവിടെ നമുക്ക് വേസ്റ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് ഈ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടാണ്. നമുക്ക് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഔട്ട്പുട്ട് തന്നിട്ട് വേസ്റ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യൂണിറ്റ്സ് 40,000, എമൗണ്ട് 57,250. ഡബിൾ ലൈൻ ചെയ്യാം. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ 37,500. 37,500 യൂണിറ്റ്സ്. അവിടെ 57,250 57,250 ആണ് ഇവിടെ ഉള്ളത്. 1000 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ 56,250. ഇവിടെ എന്തെഴുതുന്നു? ബൈ പ്രോസസ്. ഇത് ബി അല്ലേ? അപ്പോൾ സി അക്കൗണ്ട്. സി അക്കൗണ്ട് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ട്രാൻസ്ഫർ എന്ന് എഴുതി വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇതോടുകൂടി പ്രോസസ് ബി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സി പെർ യൂണിറ്റ്, CPU ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട്, ദാറ്റ് ഈസ് 56,200. ഇത് ഈ പ്രോസസ്സ് കഴിഞ്ഞ് ഇവിടെ എഴുതിയാലും മതി കേട്ടോ. നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യുമ്പോഴേ 56,250 ഡിവൈഡഡ് ബൈ 37,500 ഈസ് ഈക്വൽ ടു റുപ്പീസ്. എത്ര വരുന്നത്? രണ്ടാമത്തെ പ്രോസസ്സിന് 1.50 പെർ യൂണിറ്റ്.
₹1.50. മനസ്സിലായി? അപ്പോൾ നേരത്തെ ക്വസ്റ്റനും ഈ ക്വസ്റ്റനൊക്കെ ഏറെക്കുറെ ഫിഗേഴ്സൊക്കെ സെയിം ആയിട്ട് വരുന്നു. പക്ഷേ ഒരു വ്യത്യാസം പ്രകടമായിട്ട് കുട്ടികൾക്ക് കാണാനുണ്ടാവും. ഇവിടെ നമുക്ക് വേസ്റ്റേജ് ആദ്യം തന്നു, നമ്മൾ ബാലൻസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ചേഞ്ചുകളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ് സി വർക്ക് ചെയ്യാം. അടുത്ത പ്രോസസ് സി ആണ്. പ്രോസസ് സിയിൽ അതുപോലെ തന്നെ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കുക. പ്രോസസ് സിയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം എഴുതി വയ്ക്കുക. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം യൂണിറ്റ്സ് ആണ് തരുള്ളൂ. യൂണിറ്റ്സ് എത്രയാണ് തന്നിട്ടുള്ളത് നോക്കുക. 16,500 ആണ് യൂണിറ്റ്സ്. $16,500. ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും വാല്യൂ ചെയ്യുന്നത് പ്രീസീഡിംഗ് പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ്. പ്രീസീഡിംഗ് പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് 1.50 ആണ്. അപ്പോൾ 16,500 ഇൻറ്റു 1.50 ദാറ്റ് ഈസ് 24,750. 24,750. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫർ ഫ്രം പ്രീസീഡിംഗ് പ്രോസസ്സ്, അതായത് പ്രോസസ് ബിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ടു പ്രോസസ് ബി അക്കൗണ്ട്. ടു പ്രോസസ് ബി അക്കൗണ്ട്. പ്രോസസ് ബി അക്കൗണ്ടിൽ നിന്ന് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? 37,500 യൂണിറ്റ്സ്. 37,500 യൂണിറ്റ്സ്. ദെൻ എമൗണ്ട് 56,250. 56,250. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സുകൾ കഴിഞ്ഞു. അതായത് ആദ്യത്തെ പ്രോസസ്സുകൾ എന്നല്ല, ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, ആദ്യം തന്നെ ചെയ്യേണ്ടതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, അതിന് വാല്യൂ ചെയ്തു, എമൗണ്ട് എഴുതി. പിന്നീട് ട്രാൻസ്ഫർ ഫ്രം പ്രീസീഡിങ് പ്രോസസ്സ് എഴുതി, പ്രോസസ് ബി അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള എക്സ്പെൻസുകൾ എടുത്ത് എഴുതുക. ടു ഡയറക്റ്റ് വേജസ്. മിക്കവാറും എക്സ്പെൻസുകളൊക്കെ ഏറെക്കുറെ സെയിം ആയിരിക്കും. ചില എക്സ്പെൻസുകൾ ഉണ്ടാവില്ല എന്ന് മാത്രം നോക്കിയിട്ട് എഴുതണമെന്ന് മാത്രം. എന്തായാലും എമൗണ്ട് നമുക്ക് നോക്കണമല്ലോ. ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ എമൗണ്ട് 29,250. 29,250. അടുത്തത് മെഷീൻ എക്സ്പെൻസസ്. മെഷീൻ എക്സ്പെൻസസ് 3,600. 3,600. ഇനി ഫാക്ടറി ഓൺ കോസ്റ്റ്. ടു ഫാക്ടറി ഓൺ കോസ്റ്റ് ദാറ്റ് ഈസ് 2,400. 2,400. ഇത്രയായി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അനുസരിച്ച് നമുക്ക് വേസ്റ്റേജ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റേജ് എത്രയാണെന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ വേസ്റ്റേജ് തന്നിട്ടുണ്ട്. വേസ്റ്റേജ് ലാസ്റ്റ് പ്രോസസ്സിന് വേസ്റ്റേജ് 500 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബൈ വേസ്റ്റേജ്. അപ്പോൾ ബാലൻസിങ്ങിന് മുമ്പ് തന്നെ അത് എഴുതണം. തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും
റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ബൈ വേസ്റ്റേജ് 500 യൂണിറ്റ്സ്. എമൗണ്ട് ഇല്ല, കാരണം ഇത് സെയിലബിൾ അല്ല. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ നോക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ അതെടുത്ത് എഴുതുക. ബൈ അവിടെ എഴുതിയോണ്ട് കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഇറക്കി എഴുതിയെന്നേ ഉള്ളൂ. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 5500 യൂണിറ്റാണ്. അതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ 1.50 വെച്ചിട്ടാണ് വാല്യൂ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 8250. 8250. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. ടോട്ടൽ ചെയ്യുക. 16,500 പ്ലസ് 37,500, ദറ്റ് ഈസ് 54,000. അടുത്തത് 1,16,250. 1,16,250 ഡബിൾ ലൈൻ ചെയ്യുക. അതിനപ്പുറത്തേക്ക് എടുത്തെഴുതുക. 54,000, then 1,16,250 ഡബിൾ ലൈൻ ചെയ്യുക. ഇനി ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് അവിടെ എഴുതുക. ദാറ്റ് ഈസ് 48,000. 48,000 അടുത്ത് എമൗണ്ടിൽ 1,08,000. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പ്രോസസ്സ് ആയതുകൊണ്ട് എന്തെഴുതണം, ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ഇനി നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. ദാറ്റ് ഈസ് CPU ഈസ് ഈക്വൽ ടു 1,08,000 ഡിവൈഡഡ് ബൈ 48,000 ഈസ് ഈക്വൽ ടു rupees 2.25. 2.25 പെർ യൂണിറ്റ്. 2 രൂപ 25 പൈസ ഒരു യൂണിറ്റിന് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ പഠിച്ചത് വേസ്റ്റേജ് പഠിച്ചു, ഓപ്പണിംഗ് സ്റ്റോക്ക് പഠിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് പഠിച്ചു. പിന്നെ ഔട്ട്പുട്ട് തന്നിട്ട് വേസ്റ്റേജ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ദെൻ വേസ്റ്റേജ് തന്നിട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്, ക്ലാസ്സിൽ അത് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. എങ്കിലും ഒന്നുകൂടി ബോർഡിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സാധാരണ വേസ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നോർമൽ ലോസ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ്, നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് എന്ന് എഴുതാൻ നമുക്ക്. നോർമൽ ലോസിൻ്റെ ഭാഗമാണല്ലോ വേസ്റ്റേജ്. അപ്പോൾ ഇതിനെ നോർമൽ ലോസ് എന്ന് പറയാം. ഈ ക്വസ്റ്റ്യനിൽ വേസ്റ്റേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിന് പകരം നോർമൽ ലോസ് എന്ന് പറയാം. അപ്പം നോർമൽ ലോസ് എന്നാണ് സാധാരണ പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു സമ്മറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുന്നു, എന്നിട്ട് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് യൂണിറ്റ്സ് കൃത്യമായിട്ട് എഴുതണം. ഇതിപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് അല്ല, ഇൻപുട്ട് യൂണിറ്റ്സ് എഴുതണം. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് യൂണിറ്റും വേണം, എമൗണ്ടും വേണം. ഇൻപുട്ട് യൂണിറ്റ്സ് വേണം. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ്സ്, ആദ്യത്തെ പ്രോസസ്സ് ആണെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ യൂണിറ്റ്സും വേണം, എമൗണ്ടും വേണം, അത് എഴുതണം. എന്നിട്ട് ബാക്കിയുള്ള എക്സ്പെൻസുകളൊക്കെ എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ചെയ്യേണ്ടത്, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ നോർമൽ ലോസിന് നമുക്ക് എന്തെന്ന് പറയാം? വേസ്റ്റ് എന്ന് പറയാം, സ്ക്രാപ്പ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നോർമൽ ലോസ് വേസ്റ്റായിട്ടും സ്ക്രാപ്പായിട്ടൊക്കെ വരും. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് എക്സ്പ്ലനേഷൻ വേണ്ടി വന്നത്. അപ്പം നോർമൽ ലോസ്, വേസ്റ്റേജ് എന്നല്ല അവിടെ കൃത്യമായിട്ട് പറയുന്നത്, നോർമൽ ലോസ് എന്നാണ് പറയുന്നത്. ഓരോ പ്രോബ്ലത്തിൽ ലോസ് ഇൻ വെയിറ്റ് ആയിട്ടും വേസ്റ്റേജ് ആയിട്ടും വരുമ്പോൾ അങ്ങനെ എഴുതുന്നു എന്ന് മാത്രം. ഇനി ഇതിൽ തന്നെ നോർമൽ ലോസിൽ അവർ പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാറുണ്ട് ചിലപ്പോൾ. അതായത് നോർമൽ ലോസ് എന്ന് പറയുന്നതിന് പകരം അവരെന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയും. അതായത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കുറച്ച് ഇറക്കി എഴുതിയത്. ബൈ ലോസ് ഇൻ വെയിറ്റ് 100 യൂണിറ്റ്സ്. അപ്പോൾ അതിന് എന്തില്ല? സെയിലബിൾ വാല്യൂ ഇല്ല. ഇനി വീണ്ടും ബൈ സ്ക്രാപ്പ്. ഇത് രണ്ടും തന്നിരിക്കുന്നു. അതായത് നോർമൽ ലോസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നു. രണ്ടും നോർമൽ ലോസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലോസ് ഇൻ വെയിറ്റ് ഉണ്ട്. ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ 100 യൂണിറ്റ് കാണാതെ പോയി, അല്ലെങ്കിൽ വേപ്പറായിട്ട് പോയി, അല്ലെങ്കിൽ ചെറിയ തരികളായിട്ട് പോയി, നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ പോയി. സ്ക്രാപ്പ് എത്ര യൂണിറ്റ് വന്നു? 4 യൂണിറ്റ് വന്നു, 400 യൂണിറ്റ് വന്നു. ആൻഡ് ഇറ്റ് ഈസ് സെയിലബിൾ അറ്റ് ദ റേറ്റ് ഓഫ് ₹1 പെർ യൂണിറ്റ്. അത് 1 രൂപ വെച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്നു. 1 രൂപ വെച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ എമൗണ്ട് കോളത്തിൽ എത്ര തന്നെ വരും? 400 രൂപ തന്നെ വരും. ആ 400 രൂപ എമൗണ്ട് കോളത്തിൽ വന്നു കഴിഞ്ഞാൽ 1,08,000 കോസ്റ്റ് വരില്ല. 1,07,600 എന്നുള്ള രീതിയിലേക്ക് മാറും. ഇവിടെ റേറ്റ് വ്യത്യാസം വരും. ഈ റേറ്റ് എന്ത് ചെയ്യും? 400 രൂപ കുറഞ്ഞിരിക്കും. അപ്പോൾ സ്ക്രാപ്പ് വരികയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. അത് തിയറി ക്ലാസ് വരും, അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പോവും, അതിൽ സംശയമില്ല. സ്ക്രാപ്പ് എങ്ങനെ വരും എന്നുള്ളത് അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയും. എങ്കിലും ഞാൻ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ക്രാപ്പ് പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നോർമൽ ലോസിനെ നമുക്ക് ലോസ് ഇൻ വെയിറ്റ് ആയിട്ടും വേസ്റ്റേജ് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ വരാം, സ്ക്രാപ്പായിട്ടും വരാം. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരമൊരു ക്വസ്റ്റ്യനിൽ നോർമൽ ലോസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തരികയാണെങ്കിൽ ഒന്ന് ലോസ് ഇൻ വെയിറ്റോ വേസ്റ്റേജോ 100 യൂണിറ്റ്, അപ്പോൾ അതിന് എമൗണ്ടിലില്ല, റീസെയിലബിൾ അല്ലാതെ. 2 സ്ക്രാപ്പിൻ്റെ ഒരു പ്രത്യേകത, അത് സെയിലബിളാണ്, വിൽക്കാൻ പറ്റുന്നതാണ്, അതിന് റെസിഡ്യുവൽ വാല്യൂ ഉള്ളതാണ്, റീസെയിൽ വാല്യൂ ഉള്ളതാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു സ്ക്രാപ്പ് റിയലൈസബിൾ അറ്റ് ₹1 പെർ യൂണിറ്റ്. 1 രൂപ വെച്ച് സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ലോസ് ഇൻ വെയിറ്റ് 100 യൂണിറ്റ് എഴുതി. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്രാപ്പ് എഴുതുന്നു. ആ സ്ക്രാപ്പ് എഴുതുമ്പോൾ സ്ക്രാപ്പ് യൂണിറ്റിൽ മാത്രമല്ല വരിക, സ്ക്രാപ്പ് എമൗണ്ടിലും വരുന്നു.
കാരണം സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നു. 400 യൂണിറ്റ് സ്ക്രാപ്പ് എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അപ്പോൾ 500 യൂണിറ്റ് ആണല്ലോ ഈ ക്വസ്റ്റ്യൻ്റെ ടോട്ടൽ ലോസ് ആൻഡ് വെയിറ്റ്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ്, 100ഉം 400ഉം ആയിട്ട്. അങ്ങനെ 400 യൂണിറ്റിന് 1 രൂപ വെച്ച് സ്ക്രാപ്പ് കിട്ടുകയാണെങ്കിൽ 400 രൂപ നമുക്ക് റിയലൈസ് ചെയ്യാണ്. ആ റിയലൈസ് ചെയ്യുന്ന 400 റുപ്പീസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കുറയുന്നു? ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുന്നു. ഈ 400 രൂപ ഇവിടെ കുറയും. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ്റെ വാല്യൂ 400 രൂപ കുറയുന്നു കേട്ടോ. അപ്പോൾ ഇത് ആണ് അടുത്ത തിയറി ഞാൻ പറയുന്നുണ്ട്. ഇത് പറഞ്ഞാലും തിയറി കൃത്യമായിട്ട് പറയുന്നു. എന്തായാലും ഞാൻ പ്രോബ്ലം വരച്ച് വെച്ചപ്പോൾ അല്ലെങ്കിൽ ബോർഡിൽ ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഏരിയ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് പറയുന്നതും നോർമൽ ലോസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്താണ് സ്ക്രാപ്പ് എന്ന് നോക്കാം. സംടൈംസ് നോർമൽ ലോസ് മേ ഹാവ് സം റിയലൈസബിൾ വാല്യൂ. ചില സമയങ്ങളിൽ നോർമൽ ലോസ് യൂണിറ്റ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും അത് സ്ക്രാപ്പായിട്ട് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. ദെൻ ഇറ്റ് ഹാവ് സം റിയലൈസബിൾ വാല്യൂ. ദെൻ ദ ലോസ് ഈസ് കോൾഡ് സ്ക്രാപ്പ്. അങ്ങനെ റിയലൈസബിൾ വാല്യൂ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? സ്ക്രാപ്പ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. സ്ക്രാപ്പ് ഈസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സർട്ടൺ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. വാട്ട് ഈസ് മീൻ ബൈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പറയാൻ അറിയണം. സ്ക്രാപ്പ് ഈസ് ദ മെറ്റീരിയൽ റെസിഡ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സർട്ടൺ ടൈപ്പ് ഓഫ് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ആൻസർ തന്നിട്ടുണ്ട്. ഞാൻ പഠിച്ച് നമുക്കറിയാവുന്ന ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് സ്ക്രാപ്പ് ഈസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സർട്ടൺ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്. അതായത് ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പല ടൈപ്പ് മാനുഫാക്ചറിങ് കൺസേൺസിലെ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ മെറ്റീരിയൽ റെസിഡ്യൂ ആയിട്ട്, മെറ്റീരിയൽസ് ലോസ് ആയിട്ട് വരുന്ന ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ റെസിഡ്യൂവിനെയാണ് എന്തായിട്ട് പറയുന്നത്? സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെയിലബിൾ. അത് സെയിലബിളാണ്, വിൽക്കാൻ സാധിക്കുന്നതാണ്, സ്ക്രാപ്പിന് വിൽക്കാൻ പറ്റുന്നതാണ്. ദെർഫോർ ഇറ്റ് ഹാസ് വാല്യൂ. According to ICMA London, scrap is a discarded material having some recovery value which is usually disposed of without further treatment. അപ്പം ഈ ICMA ലണ്ടൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. സ്ക്രാപ്പ് ഈസ് എ ഡിസ്കാർഡഡ് മെറ്റീരിയൽ ഹാവിങ് സം റിക്കവറി ഓർ റിയലൈസബിൾ വാല്യൂ വിച്ച് ഈസ് യൂഷ്വലി ഡിസ്പോസ്ഡ് ഓഫ് വിത്തൗട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് റിയലൈസബിൾ വാല്യൂ ഉള്ള നോർമൽ ലോസ് യൂണിറ്റ്സിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അത് റീസെയിലബിളാണ്. അത് എന്താണ്? വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ് ആണ് അത് എന്ത് ചെയ്യുന്നു? വിൽക്കാൻ പറ്റുന്നത്. വേറെ പ്രോസസ്സിങ് ഒന്നുമില്ലാതെ എന്താണ് ലോസ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വരുന്ന യൂണിറ്റ്സ് വിൽക്കാൻ പറ്റുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ് എന്താണെന്ന് നോക്കാം. Treatment of scrap in process account. Scrap should be credited in the concerned process account. Scrap നേരത്തെ നോർമൽ ലോസ് ആൻഡ് വെയിറ്റ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. The quantity of scrap should be recorded in the quantity column and the sale proceeds of scrap is recorded in the amount column. അപ്പോൾ സ്ക്രാപ്പ് റെക്കോർഡ് ചെയ്യുക നേരത്തെ നോർമൽ ലോസിൻ്റെ ലോസ് ആൻഡ് വെയിറ്റ് റെക്കോർഡ് ചെയ്ത പോലെ തന്നെ. ഒരൊറ്റ വ്യത്യാസം മാത്രം. ഇവിടെ സ്ക്രാപ്പിൻ്റെ കേസിൽ ക്വാണ്ടിറ്റിയിലും എമൗണ്ട് കോളത്തിലും നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർമൽ ലോസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് 100 യൂണിറ്റ് ലോസ് ആൻഡ് വെയിറ്റും 50 യൂണിറ്റ് സ്ക്രാപ്പാണെന്ന് വിചാരിക്കുക. ഞാൻ ഒന്നുകൂടി പറയുന്നു. നോർമൽ ലോസ് നമുക്ക് തന്നിട്ടുള്ളത് 10% ഓഫ് ഇൻപുട്ട് ലോസ് ആൻഡ് വെയിറ്റും 5% ഓഫ് ഇൻപുട്ട് സ്ക്രാപ്പ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് തൊട്ട് താഴെ തന്നിരിക്കുന്നത് എന്താണ്? സ്ക്രാപ്പ് റിയലൈസ്ഡ് ₹2 പെർ യൂണിറ്റ്. 2 രൂപ വെച്ച് സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ നോർമൽ ലോസ് എന്ന് എഴുതിയിട്ട് ലോസ് ഇൻ വെയിറ്റ് 100 എമൗണ്ട് കോളം ബ്ലാങ്ക് ആയിട്ട് ഇടുന്നു. തൊട്ട് താഴെ സ്ക്രാപ്പ് 50 യൂണിറ്റ്സ് എത്ര രൂപയാണ്? ഒരു യൂണിറ്റിന് 2 രൂപയാണ്. എമൗണ്ട് കോളത്തിൽ എന്ത് എഴുതുന്നു? 100 റുപ്പീസ് എഴുതുന്നു. അപ്പോൾ സ്ക്രാപ്പ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ
യൂണിറ്റ് കോളത്തിലെ നമ്പർ ഓഫ് യൂണിറ്റ്സും എമൗണ്ട് കോളത്തിൽ എന്താണ് അതിൻ്റെ എമൗണ്ടും എഴുതുന്ന മെത്തേഡാണ് സാധാരണ ട്രീറ്റ് ചെയ്യുന്നു കേട്ടോ. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം സ്ക്രാപ്പ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോസസ് ടു സം എക്സ്റ്റെൻറ്റ്. വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി ആ സ്ക്രാപ്പിൻ്റെ വാല്യൂ നമ്മുടെ പ്രോസസ്സിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നു അല്ലേ. ചെറിയ വില ഇപ്പോൾ 50 യൂണിറ്റ് 2 രൂപ വെച്ചതെന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്നത് നമുക്ക് 100 രൂപയാണ് അല്ലേ. ടോട്ടൽ വാല്യൂ എത്രയാണ്, ഒരു 20,000 19,000 ഒക്കെ ആണെങ്കിൽ അതിൽ കുറവ് വരുന്നു. എങ്കിലും വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി സ്ക്രാപ്പിൻ്റെ വാല്യൂ കിട്ടുന്ന കാരണം കൊണ്ട് നമ്മുടെ പ്രോസസ്സിങ് കോസ്റ്റ് കുറച്ച് കുറയുന്നു. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി ഉണ്ട്. ജേണൽ എൻട്രി പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഇവിടെ പ്രോസസ് അക്കൗണ്ടിൽ ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് ബൈ സൈഡിലാണ് വരുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ജേണലൈസ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും പറയാം. നോർമൽ ലോസ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട്. നോർമൽ ലോസ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോസസ് അക്കൗണ്ടിൽ നോർമൽ ലോസ് എന്ത് ചെയ്യുന്നു, ബൈ സൈഡിൽ വരുന്നു അല്ലേ. ഇനി ക്യാഷ് കിട്ടുമ്പോഴോ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് ജേണൽ എൻട്രി വലിയ പ്രാധാന്യമില്ല, എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക കുട്ടികൾ. നമുക്ക് എഴുതാൻ പറയുന്ന സമയത്ത് എഴുതാം. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ വലിയ പ്രാധാന്യമില്ല എന്നല്ല, അത് പഠിക്കാതെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ജേണൽ എൻട്രി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യമുള്ള ടോപ്പിക് അല്ലെങ്കിൽ കൂടി സാധാരണ എക്സാമിനേഷനൊക്കെ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് റെഫർ ചെയ്തിട്ടുള്ളത്. കുട്ടികൾ നന്നായിട്ട് പഠിക്കുക, നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.